ലക്ഷ്മി, എന്തെങ്കിലും പറ്റിയോ? ഇല്ല, ഒന്നുമില്ല. ഞാൻ കണ്ടില്ലായിരുന്നു. ഓടി റോഡിലേക്ക് എന്റെ തെറ്റ. കാലെന്താ? നടക്കാനാവുന്നില്ലല്ലേ? സാരമില്ല, വീട്ടിലെത്തി ഞാൻ തൈലിട്ട് തടയിക്കോളാം. ഇല്ല, ഈ കാലം കൊണ്ട് നടക്കാനാവില്ല, ഞാൻ കൊണ്ടാക്കാം. വാ. മാർക്കറ്റിൽ നടന്ന കാര്യങ്ങള് മോള് പറഞ്ഞ് ഞാൻ കേട്ടു. ഒരു ദിവസം വീട്ടിലേക്ക് വിളിക്കാൻ ഞാൻ അവളോട് പറഞ്ഞിരുന്നു, ഒന്ന് കാണാൻ. ആൺകുട്ടികളെ എനിക്ക് ഇഷ്ടാ, ബഹുമാനാ. എന്തായിരുന്നു അസുഖം? അസുഖം ഒന്നും ഉണ്ടായിരുന്നില്ല മോനെ, നട്ടല് തല്ലി ചതച്ചതാ. ഞാനൊരു പോലീസുകാരനായിരുന്നു, അറിയാമോ? ഇല്ല. വിശിഷ്ട സേവനത്തിന് ചിലർക്ക് മെഡല് കിട്ടും. എനിക്ക് കിട്ടിയത് ഇതാ, രംഗന്റെ കയ്യിൽ നിന്ന്. അവനെ, ആ തെണ്ടിപ്പട്ടി ആദ്യമായി കയ്യാമം വെച്ച് നിരത്തിലൂടെ നടത്താൻ ധൈര്യം കാണിച്ചത് ഞാനൊരുത്തനാ. അതിന്റെ പക അവൻ വീട്ടി. ഇപ്പോ എന്റെ മോൾക്കൊരു ഭാരമായിട്ട് ഇങ്ങനെ മേലോട്ട് നോക്കി കിടക്കുക. കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലം ഇവരുടെ തള്ള മരിച്ചു. ഇപ്പൊ താഴെയുള്ളവർക്കും എനിക്കും ഒരു നേരം ആഹാരം കഴിക്കണമെങ്കിൽ ഇവള് കോഴിക്കോടേം ചുമന്നു പോണം. എന്തിനാ കാപ്പി ഉണ്ടാക്കാൻ പോയത്? ആ കാലം വെച്ച് നടക്കാതെ അവിടെ എവിടെയെങ്കിലും ഇരിക്കേ. സാരില്ല മോനെ, ഞാൻ അങ്ങനെ വിളിക്കുന്നോണ്ട് വിഷമമൊന്നുമില്ലല്ലോ. അങ്ങനെ വിളിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കാവൂ. രംഗനോട് ഇടയുന്നത് സൂക്ഷിച്ചു വേണം. അവൻ ചതിയനാ, എന്തിനും മടിക്കാത്ത പിശാചാ. പിന്നി കൂടെ അവൻ ആക്രമിക്കൂ. എന്താടി നീ ഇവിടെ കാലം നീട്ടിയിരിക്കുക? ഇന്നിവിടെ ഒന്നും വെച്ചുണ്ടാക്കുന്നില്ലേ? അവൾക്ക് കാല് വയ്യമ്മേ. എന്താ അവിടെ കാലിന് മുള്ളു കൊണ്ട? സാറെന്താ ഇവിടെ? എന്റെ അമ്മയാ. അറിയാം. ഒരു നുള്ള അരി ഇല്ലല്ലോടി അകത്ത്. ഇത്തിരി കഞ്ഞിവെള്ളം കിട്ടാൻ ഞാൻ വല്ലയിടത്തും പോയി പിച്ച വേണ്ടണാ. ലക്ഷ്മി, എന്താ വരുന്നു? സാറ് പോവാന്നോ? ഒരു 5 രൂപ തന്നിട്ട് പോ സാറേ. കൊടുക്കണ്ട, കള്ളച്ചാരം കുടിക്കാനാ. ആണെങ്കി നിനക്കെന്താടി? നിന്റെ അച്ഛന്റെ സമ്പാദ്യത്തിൽ നല്ലല്ലേ ചോദിച്ചത്? സാറ് താ സാറേ. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നേ? അതെന്താ മൊത്തം അങ്ങനെ ചോദിക്കുന്നേ? മുന്നോട്ട് നോക്കിയല്ലേ എല്ലാരും വണ്ടി ഓടിക്കുന്നത്. എനിക്ക് മാത്രം പ്രത്യേകത ഒന്നുമില്ല. അത് തന്നെ എനിക്കും അറിയണ്ടേ. നിങ്ങൾക്ക് മാത്രം എന്താ അത്ര പ്രത്യേകത? നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ? അതെ, ലക്ഷ്മി ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോളാന്ന് വിചാരിക്കണ്ട. ഓ, എന്നാ നേരങ്ങളണ്ട. നേരെ ചെന്നിത്തിരി എണ്ണ എടുത്ത് അവളുടെ കാല് തിരുമ്മി കൊടുക്കും. ഓടാ ഓടാ ചേർക്ക. എടീ ലക്ഷ്മിയേ, നീ ചാടിയതോ ചാടി. എന്നാ പിന്നെ 100 രൂപ ചോദിക്കാൻ പാകത്തിന് ചാടണ്ടായിരുന്നോടി. ലക്ഷ്മി, ഇതെന്താ മോനെ? കുറച്ച് അരി സാമാനങ്ങളൊക്കെയാ. വേണ്ടിയിരുന്നില്ല. പിന്നെ വേണ്ടാതെ എന്റെ അടുത്ത് വെച്ചാ ഉച്ചയ്ക്ക് കേട്ടുന്നത്. ഉണ്ടാ ഞാനും കൂടെ ഉണ്ടാവും. സന്തോഷായി. നീ ഇവിടെ ഉണ്ടായിരുന്നു? എനിക്കൊന്ന് പറയാനുണ്ടായിരുന്നു.